ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ക്ലാസ് 8 ആൻഡ് NMMS യൂട്യൂബ് ചാനൽ. സോ നമ്മൾ എല്ലാവരും NMMS ഒക്കെ എഴുതി അടിപൊളിയായിട്ട് NMMSന്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ ടെൻഷൻ ഇനി ഈ വർഷം എന്തായിരിക്കും കട്ട് ഓഫ് വരുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളൊരു റീജൻസ് അല്ലെങ്കിൽ റീജൻ വൈസ് ആയിട്ടുള്ള മാർക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് നല്ലൊരു ഹയർ ലെവലിലേക്കാണ് സാധാരണഗതിയിൽ മാർക്സ് എല്ലാം പോകാറുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു മാർക്സിന്റെ ആ ഒരു ടെൻഷനിലായിരിക്കും കുറച്ച് പേരെങ്കിലും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു അനാലിസിസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. സോ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എല്ലാവരും NMMS എഴുതിയിട്ടുണ്ടാവും, അതിന് വേണ്ടി അല്ലെങ്കിൽ കട്ട് ഓഫിന് വേണ്ടിയായിരിക്കും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ NMMS 2025-2026 അക്കാഡമിക് ഇയറിലെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കഴിഞ്ഞ വർഷത്തെ കുറച്ച് ഡാറ്റ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. അത് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം, പ്രഡിക്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഡിസ്ട്രിക്ട് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് സ്കോളർഷിപ്പ് എങ്ങനെയാണ് വരുന്നത്, നിങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും എങ്ങനെയാണ് വരുന്നത്. ഇതിൽ ചെറിയ സ്ലൈറ്റ്ലി ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ, സ്ലൈറ്റ് ആയിട്ട് ഡിഫറൻസ് വരുന്നുണ്ട്. ഇത്രയും സ്കോളർഷിപ്പ് അല്ല, കുറച്ചുകൂടി അധികം സ്കോളർഷിപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് സ്കോളർഷിപ്പ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ഡിസ്ട്രിക്ട് വൈസും എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു നമ്പർ മാത്രം, അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ കൊടുത്തിട്ടുള്ള ഒരു നമ്പർ ആണ് കൊടുത്തിട്ടുള്ളത്. ട്രിവാൻഡ്രം ആണെങ്കിൽ 267 ആണ് കൊടുത്തിട്ടുള്ളത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എല്ലാ ഡിസ്ട്രിക്റ്റിലും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ ഓരോരുത്തരുടെ പോപ്പുലേഷൻ അനുസരിച്ചാണ്, അല്ലെങ്കിൽ എത്ര സ്റ്റുഡൻസ് ആണ് അവിടെ NMMS എഴുതുന്നത്, അതിൻ്റെ ഒരു കാറ്റഗറി ആ ഒരു വൈസ് ആണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു നമ്പർ പ്രകാരമാണ് ഓരോ ഡിസ്ട്രിക്റ്റിനും കൊടുക്കേണ്ട സ്കോളർഷിപ്പ് എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പല ഡിസ്ട്രിക്റ്റിലും നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് കട്ട് ഓഫ് ആണ് എന്ത് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മുൻ വർഷം വന്നിട്ടുള്ളത്. തിരുവനന്തപുരം നമ്മൾ നോക്കുന്ന സമയത്ത് 124 ആയിരുന്നു ജനറൽ കാറ്റഗറിയിലെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. SC കാറ്റഗറിയിൽ 105 ആയിരുന്നു, ST കാറ്റഗറിയിൽ 65 ആയിരുന്നു. PWD അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക് എന്തായിരുന്നു 77 ആയിരുന്നു മാർക്ക് വന്നിരുന്നത്. സോ കട്ട് ഓഫ് മാർക്സ് നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ഡിസ്ട്രിക്റ്റിലും കാറ്റഗറി അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ സ്റ്റുഡൻസിന്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എഴുതുന്ന സ്റ്റുഡൻസിന്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് അവിടെയും മാർക്ക് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കാം, സ്കോളർഷിപ്പ് കിട്ടുന്ന ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഐ തിങ്ക് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്, അതിനുശേഷം കോഴിക്കോടാണ് കിട്ടുന്നത്. അപ്പൊ അവിടുത്തെ നമ്മൾ കട്ട് ഓഫ് മാർക്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും അധികം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഒരു കട്ട് ഓഫ് മാർക്കായിട്ട് വരുന്നത്, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഉയർന്ന മാർക്കായിട്ട് വരുന്നത് 140 ആണ് മലപ്പുറത്തെ കേസ് നോക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ കോഴിക്കോടിന്റെ കേസ് ആണെങ്കിൽ 138 മാർക്കാണ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ എക്സാമിന്റെ കേസ് നമ്മൾ എക്സാം ഡിസ്കഷൻ അല്ലെങ്കിൽ ആൻസർ കീ ഡിസ്കഷനിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അത്ര അധികം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ ഏതൊരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും, മാറ്റ് ആണെങ്കിലും സിമ്പിൾ ആയിരുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഓരോന്നും വന്നിരുന്നത്. സോഷ്യൽ ആണെങ്കിൽ അതിനേക്കാളും ഈസി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ കുറച്ചെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കുക നമ്മൾ മാത്സ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിരിക്കും അല്ലെ. ബാക്കി എല്ലാ സബ്ജക്റ്റും നമുക്ക് എന്താണ് ഓൾമോസ്റ്റ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ അത്രയധികം ചെയ്ത് പ്രാക്ടീസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരുന്നത്. കാരണം ഈ വർഷമാണ് നമുക്ക് സ്കൂളിൽ ബുക്ക് മാറിയിട്ടുള്ളത് അല്ലെ, അല്ലെങ്കിൽ 8ാം ക്ലാസ്സിന്റെ ബുക്ക് ഈ വർഷമാണ് മാറിയിട്ടുള്ളത്. അതിനനുസരിച്ചുള്ളൊരു മാറ്റം എന്തുണ്ട്, നമ്മുടെ ആ ഒരു എക്സാമിന് വന്നിട്ടുണ്ട്. എക്സാം കുറച്ചുകൂടി ഈസിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാർട്ട് 1 ബുക്കിൽ നിന്നായിരുന്നു കൂടുതലായിട്ട് ചോദ്യങ്ങളെല്ലാം വന്നിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ വർഷം ഈ ഒരു മാർക്ക് ആയിരിക്കില്ല വരാം, ഇതിനേക്കാളും കൂടുതലുള്ള ഒരു മാർക്കായിരിക്കും ഈ ഒരു വർഷം കട്ട് ഓഫ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ഇപ്പൊ 140 കിട്ടിയ സ്ഥലത്ത് ചിലപ്പോൾ 145 അതിലധികമായിരിക്കും ചിലപ്പോൾ കട്ട് ഓഫ് മാർക്കായിട്ട് വരാൻ ചാൻസ് ഉള്ളത്. കാരണം അത്രയധികം സിമ്പിൾ ആയിരുന്നു നമ്മളുടെ എക്സാം പേപ്പർ കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് കുറച്ചുകൂടി ടഫർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിരുന്നു. പക്ഷേ ഈ വർഷം കുറേ അധികം എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് ചില മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ആവാനും ചാൻസ് ഉണ്ട്. ഇൻ കേസ് ക്യാൻസൽ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെയും നമുക്ക് ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു വലിയ മാർക്കിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴും എന്ത് ചെയ്യും, നമ്മുടെ കട്ട് ഓഫ് ഇൻക്രീസ് ആണ് ചെയ്യുക. സോ നിങ്ങൾ ആ ഒരു കട്ട് ഓഫിന്റെ കേസ് വെച്ചിട്ട് എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഈ ഒരു കേസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ടെൻഷൻ ആവൊന്നും വേണ്ട. നമ്മൾ എഴുതിയിട്ടുള്ള മാർക്കിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ സ്കോറിൽ എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കട്ട് ഓഫിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അല്ലെ. അപ്പോൾ കട്ട് ഓഫ് വരാൻ കുറച്ച് ടൈം എടുക്കും. എപ്പോഴാണ് കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ ചാനലിൽ അപ്ഡേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടി, നിങ്ങൾ ഈ ഒരു മാർക്കിൽ സാറ്റിസ്ഫൈഡ് ആണോ, അതെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറയാം. ഈ ഒരു മാർക്ക് നിങ്ങൾ വിചാരിച്ച അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവും
കാൻഡിഡേറ്റ് കോപ്പി ഉണ്ടാവും, നിങ്ങൾ ആൻസർ കീ ഡിസ്കഷൻസ് എല്ലാം കണ്ടിട്ടുണ്ടാവും, ഏതൊക്കെ ചോദ്യത്തിന് ഏതൊക്കെ ആൻസേഴ്സ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. സോ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു മാർക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ കട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലെ കട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കണ്ടെത്താൻ പറ്റുക, അല്ലെങ്കിൽ ആ കട്ട് ഓഫ് എത്രയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണാൻ പറ്റും, അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടൊരു ലിങ്ക് കാണാം. ആ ഒരു ലിങ്കിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ നെയിമും അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കട്ട് ഓഫ് വരുന്ന അതേ സമയത്ത് തന്നെ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവൈലബിൾ ആവും. സോ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയാണ്. നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞു, എക്സാമിൻ്റെ റിസൾട്ടാണ് ഇനി വരാൻ പോകുന്നത്. സോ ആ ഒരു റിസൾട്ടിന് വേണ്ടി എല്ലാവരും എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്തിരിക്കുക. നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വിന്ന് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറഞ്ഞ കമന്റ് ഡൗൺ ചെയ്യുക, നിങ്ങളുടെ NMMS മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള, നിങ്ങൾ ഇപ്പോൾ ആൻസർ കീ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ NMMSമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ വരുന്ന അപ്ഡേറ്റ്സ് ഒക്കെ എന്തായിരിക്കും, നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഈ ഒരു ചാനലിലെ ഈ ഒരു വീഡിയോസ് എല്ലാം എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ആൾ ആൻഡ് ബൈ.